ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ഡോക്ടർ ഹുസൈൻ മടവൂരാണ്. അദ്ദേഹം ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായിരുന്നു, ഫറൂഖ് റൗലത്തുൽ ഉലൂം അറബി കോളേജ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം അദ്ദേഹത്തോട് സംസാരിക്കുന്നത് തിരൂരങ്ങാടി PSMO കോളേജിൽ ഒരു നിക്കാബ് ധരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇന്ന് വളരെയധികം സജീവമായിട്ട് ചർച്ച ചെയ്യുകയാണ്. പല മുസ്ലിം സംഘടനകളും പ്രത്യേകിച്ചും വിദ്യാർത്ഥി സംഘടനകളൊക്കെ അതിനോട് പ്രതികരിച്ചു. നമ്മുടെ പല മാധ്യമങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടക്കുകയാണ്. അപ്പം ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ്, എനിക്ക് അറിയേണ്ടത്, താങ്കളൊരു പ്രിൻസിപ്പലായിരുന്നു. PSMO കോളേജിൽ ഉണ്ടായിട്ടുള്ളത് പ്രിൻസിപ്പൽ എടുത്ത ഒരു നടപടിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ്. അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇത് കേട്ടപ്പോൾ ഒരു തമാശയായിട്ടാണ് തോന്നിയത്. അതോടൊപ്പം വല്ലാത്ത സങ്കടവും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് ജീവിക്കുന്നത്, ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. PSMO കോളേജ് എന്ന് പറഞ്ഞാൽ മലബാറിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ നിലക്ക് നടന്നു വരുന്ന ഒരു സ്ഥാപനമാണ്. മർഹൂം MK ഹാജി സാഹിബും KM മൗലവി സാഹിബും ഒക്കെയാണ് അതിൻ്റെ സ്ഥാപകന്മാർ. വളരെ മാതൃകാപരമായി ആ സ്ഥാപനം നടന്നു വരുന്നു. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഓർഫനേജ് ഉണ്ട്, കോളേജ് ഉണ്ട്, അതുപോലെ TTI ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, അങ്ങനെ പലതും. ഇതൊക്കെ വളരെ മാതൃകാപരമാണ്. ആ കോളേജിൻ്റെ പേര് തന്നെ പോക്കർ സാഹിബ് മെമ്മോറിയലാണ് PSMO എന്ന് പറയുന്നത്. അപ്പോൾ പോക്കർ സാഹിബിൻ്റെ പേരിൽ ആ കോളേജ് സ്ഥാപിച്ചത് അതിൻ്റെ സ്ഥാപകന്മാർക്ക് അതിലൊരു ഉദ്ദേശമുണ്ടല്ലോ. അങ്ങനെ വളരെ ഭംഗിയായി നല്ല നിലയിൽ സർക്കാരിൻ്റെ എല്ലാ അംഗീകാരങ്ങളുമുള്ള ഒരു സ്ഥാപനമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ആർക്കും ഇതുവരെയും അവരുടേതായ മതപരമായ എന്തെങ്കിലും ഒരു കാര്യം അവിടെ തടയപ്പെട്ടു എന്ന് ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ഇപ്പം മുസ്ലിം കുട്ടികൾ, ഹിന്ദു കുട്ടികൾ, ക്രിസ്ത്യൻ കുട്ടികൾ, മതമില്ലാത്ത കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ ശബരിമല സീസണായി. ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികളും അധ്യാപകരും അവർ കറുത്ത മുണ്ടുടുത്ത് കറുത്ത വസ്ത്രം ധരിച്ചാണ് അവർ വരുന്നത്. ആർക്കും ഒരു പ്രശ്നവുമില്ല. ക്രിസ്ത്യൻ കുട്ടികളും അധ്യാപകരും അവർ കുരിശ് ധരിച്ചും അവരുടെ മതപരമായ വസ്ത്രം ധരിച്ചും വരുന്നതിന് കോളേജിലൊരു വിഷയവുമില്ല. അപ്പോൾ മുസ്ലിം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ വസ്ത്രം ധരിക്കുന്നതിന് നിയമങ്ങളുണ്ട്, അതവിടെ പാലിക്കാം. പക്ഷേ ഇത് നിക്കാബുമായി ബന്ധപ്പെട്ട നിക്കാബിൻ്റെ വിഷയം പറയുമ്പോൾ ഒരു കോളേജ് നടത്തുന്ന പ്രിൻസിപ്പൽ, എനിക്കറിയാം കോളേജിൽ വരുന്ന കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും കോളേജിലുണ്ട്. ഇത് ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയാണ് ഈ മുഖം മൂടിയിട്ട് കുട്ടികൾ വന്നാൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരു കോളേജ് പ്രിൻസിപ്പൽ എന്ത് ചെയ്യും? ഈ കുട്ടിയെ കാണണ്ടേ, അത് പെൺകുട്ടിയാണെന്ന് ഉറപ്പുവരുത്തണ്ടേ, ഹാൾ ടിക്കറ്റ് നോക്കിയിട്ട് ഇതേ കുട്ടി തന്നെയാണ് ഇത് എന്നറിയണ്ടേ. ഈ ആൾമാറാട്ടത്തിൻ്റെ കാലത്ത്, അതുപോലെ പല തരത്തിലുള്ള അക്രമങ്ങളും വരുന്ന കാലത്ത് പ്രിൻസിപ്പൽ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ശരി. ക്യാമ്പസിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തിരിച്ചറിയണം. പരീക്ഷ എഴുതുമ്പോൾ ഈ കുട്ടി തന്നെയാണോ ഇത് എന്ന് മനസ്സിലാക്കണം. അതൊരു കോളേജിൽ മാത്രമല്ല. അപ്പോൾ ട്രെയിനിൽ ലേഡീസ് ഓൺലി കമ്പാർട്ട്മെൻ്റ് ഇല്ലേ, അവിടെ മുഖംമൂടി ഇട്ട് എന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് പോരുകയാണെങ്കിൽ TTRും സമ്മതിക്കില്ല, വേറെ യാത്രക്കാരും സമ്മതിക്കില്ല. കാരണം അവർക്ക് മനസ്സിലാവണ്ടേ ഇതൊരു പെണ്ണാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും ചെറിയ ഒരു കാര്യം, നിരുപദ്രവമായ ഒരു കാര്യം, നിയമപരമായി ആവശ്യമായ ഒരു കാര്യം, കോളേജിൻ്റെ നടത്തിപ്പിൻ്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അവിടെ പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുള്ളത്. അത് അവിടെ മാത്രമല്ല, മിക്കവാറും എല്ലാ സ്ഥാപനത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അത് അപ്പോഴേക്ക് ഒരു പ്രശ്നമാക്കി മതപരമായ വസ്ത്രധാരണത്തിൻ്റെ അവകാശമാക്കിയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നത് ദുരുദ്ദേശപരമാണ്. യാതൊരു മതപരമായിട്ടുള്ളൊരു അവകാശം എന്നുള്ളതല്ല അവർ പറയുന്നത്. അതായത് അവകാശവുമാണ്, അതേസമയം ഇതൊരു നിർബന്ധ ബാധ്യതയുമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ നിർബന്ധ ബാധ്യതയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ച കാലം മുതൽക്ക് തന്നെ ഇവിടെ ഇസ്ലാം ഉണ്ടല്ലോ. ഇവിടെ മുസ്ലിം സ്ത്രീകളെല്ലാം മുഖം മറച്ചിട്ടല്ലല്ലോ നടക്കുന്നത്. വലിയ പണ്ഡിതകളായ സ്ത്രീകളുണ്ട്, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തുന്ന സ്ത്രീകളുണ്ട്, മതപണ്ഡിതന്മാരുടെ ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ട്. കുറേ ആളുകൾ മുഖം മറിച്ച് നടക്കുന്നുണ്ട്, അത് ശരി തന്നെ. അത് മുസ്ലിങ്ങളിൽ മാത്രമല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ഡൽഹിയിലും ഹരിയാനയിലും മറ്റേ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലൊക്കെ സാരി തലപ്പോണ്ട് മുഖം മറച്ചിട്ടുള്ള ബ്രാഹ്മണ സ്ത്രീകൾ, രജപുത്ര സ്ത്രീകളൊക്കെ ഉണ്ട്. ഹിന്ദു സമൂഹത്തിലെ സവർണരായ, അത് അവരുടെ ഒരു കഷ്ടം ആണ്. അതുപോലെ അറബി രാജ്യങ്ങളിലും പല ഗോത്രവർഗങ്ങളും പല
വിഭാഗങ്ങളും മുഖം മറക്കുന്നുണ്ട്. അതിന് പല കാരണമുണ്ട്. അവരുടെ പരമ്പരാഗതമായ രീതിയായിരിക്കാം, അവിടുത്തെ കാലാവസ്ഥയായിരിക്കാം, പലതും ഉണ്ടാവും. ചില അറബ് രാജ്യങ്ങളിൽ പുരുഷന്മാർ പുറത്ത് നടക്കുമ്പോഴേ അവരെ മൂക്കൊക്കെ കെട്ടി നടക്കുന്നുണ്ട്, തലയിൽ തട്ടൊടുന്നുണ്ട്. അതൊക്കെ അത്ര വിചാരിച്ചാൽ മതി. ഏതായാലും ആ വിധത്തിലുള്ള ഒരു നീക്കം സ്ഥാപനത്തിന് ദുഷ്പേരുണ്ടാക്കുക എന്നല്ലാതെ ഒരു കാര്യം ആർക്കില്ല. ആ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അവിടെ യാതൊരു ഡിസ്ക്രിമിനേഷനും അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും ഞങ്ങളെ അവകാശം എന്ന് പറഞ്ഞ് വന്ന് വളരെ മോശമായിപ്പോയി. അത് വളരെ വേദനാജനകമാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിനെതിരെ വാർത്തകൾ വരുത്തുക എന്നുള്ളത് ചെയ്യാൻ പാടില്ലാത്തതാണത്. ഈ നിക്കാബ് ധരിക്കുന്നവർ തന്നെ ചില ഘട്ടങ്ങളിൽ സർക്കാർ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ പോലീസ്, അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റി വിഭാഗങ്ങൾ, എയർപോർട്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ ഇത് മുഖം തുറക്കുന്നുണ്ടല്ലോ. അതെ, അപ്പൊ ഇവരും ചെയ്യും. ഞാൻ പറയാം, അപ്പൊ ഹജ്ജിന് പോകാൻ വിചാരിക്കുക, ഒരു നിർബന്ധ കാര്യമാണല്ലോ ഹജ്ജ് ഉംറയൊക്കെ. അവർ കരികറ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെ അവർ മുഖം തുറന്നു കൊടുക്കേണ്ടി വരും. കാരണം ആളെ തിരിച്ചറിയണ്ടേ, അവിടെ ഇറങ്ങിയാലും വേണ്ടി വരും. അതുപോലെ സെക്യൂരിറ്റി, പല എമിഗ്രേഷൻ, എല്ലാ സ്ഥലത്തും ആളെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ മുഖം കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇനി ഏറ്റവും ചുരുങ്ങിയത് അവരിങ്ങനെയാണ് ശീലിച്ചെങ്കിലും നിർബന്ധിത സാഹചര്യത്തിൽ അത് വേണ്ടേ, അത് വേണ്ടി വരുമല്ലോ. അല്ല, ഇവര് PSM പോലെ കുട്ടികൾ പറയുന്നത് എന്താ വെച്ചാൽ, ഐഡന്റിഫിക്കേഷന് വേണ്ടി ഞങ്ങൾ പിന്നെ തുറന്നു കൊടുക്കാം, പിന്നീട് ഞങ്ങളെ താഴ്ത്തിടാൻ അനുവദിക്കണം. അല്ല, അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഒരു കോളേജിന്റെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾക്ക് എപ്പോഴും അവിടെ വന്നിരിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഒരു 2-3 മണിക്കൂർ നേരം പരീക്ഷ എഴുതുന്ന ആ കുട്ടി വരുന്നത് പോകുന്നതും ഒക്കെ ഈ സ്ഥാപനത്തിനുള്ളിലാണ്. അപ്പോൾ പ്രിൻസിപ്പളിന് ഓരോ കുട്ടിയെയും നോക്കിയിരിക്കാൻ കഴിയുമോ? അപ്പോൾ അതിങ്ങനെ തന്നെ നടക്കുള്ളൂ. മുഖം തുറന്നിടുക എന്നുള്ളത് കോളേജിൻ്റെ ഡിസിപ്ലിൻ ആവശ്യമാണ്. ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. ഇവരും ചെയ്യുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ യാത്രകളിൽ ഒക്കെ തന്നെ അവരങ്ങനെ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ കോളേജിനെതിരിൽ ഒരു ഇതുണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അതാരും അംഗീകരിക്കില്ല. കാരണം PSM കോളേജ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകൾക്കും അറിയാം, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അറിയാം, മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും അറിയാം അതൊരു നല്ല സ്ഥാപനമാണ്, അതങ്ങനെ നല്ല നിലക്ക് പൊയ്ക്കോട്ടെ എന്നുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് അത് വെറുതെയാണ് ആ ശ്രമമൊക്കെ.